നമുക്കൊരു സ്റ്റീമിലോടുന്ന ഒരു ബോട്ട് ഉണ്ടാകും കേട്ടോ. അതിനാവശ്യമായിട്ടുള്ള ഈ മെറ്റൽ ഷീറ്റൊക്കെ കട്ട് ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു ഷീറ്റ് കട്ട് ചെയ്യാനുള്ളൊരു പ്ലെയറാണ്. പിന്നെ കുറച്ച് MC-യിൽ ഒരു മാർക്കർ. പിന്നെ ഇതിന് മെയിനായിട്ടുള്ളൊരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഇരുമ്പ് ട്യൂബാണ്. ഇത് ഇരുമ്പിൻ്റെ ട്യൂബാണ്. നമുക്ക് ഏതെങ്കിലും സ്ക്രാപ്പ് ചെയ്യുന്ന ചെറിയ കനം കുറഞ്ഞ GI ഷീറ്റാണ് എൻ്റെ കിട്ടിയിട്ടുള്ളത്. ഇത് സ്ക്രാപ്പ് ചെയ്യുന്നിടത്തതാണ്. വലിയ വിലയൊന്നും കൊടുക്കേണ്ട വരത്തില്ല, വളരെ കനം കുറഞ്ഞാണ്. പിന്നെ ഒരു സ്കെയിൽ, ഇത്രയൊക്കെ മതി. ഇനി നമുക്ക് ഉണ്ടാക്കി നോക്കാം. നമുക്ക് ഈ ഇരുമ്പ് ട്യൂബ് വളച്ച് നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം ആദ്യം. ഇനി ഞാൻ ഉപയോഗിക്കുന്ന ഒരു പൈപ്പ് വെച്ചിട്ടാണ് വളയ്ക്കുന്നത്. ബെൻഡാവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കണം. ഫ്രിഡ്ജിൻ്റെ ബാക്കിൽ വരുന്ന പൈപ്പാണ് ഇരുമ്പ്. നമ്മൾ ഈ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബോട്ടിലേക്ക് സെറ്റ് ചെയ്യുന്നത്. മെയിനായിട്ടുള്ള എൻജിൻ പാർട്ടാണിത്. ഷീറ്റിൽ നമ്മൾ ബോട്ടിന് ആവശ്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്ട്രക്ചർ ഒന്ന് ചെറുതായിട്ട് വിശദീകരിക്കാം. ഇതൊരു പ്ലെയിൻ ഷീറ്റാണ്. അതിൽ താഴോട്ടൊരു 4.5 സെൻറ്റിയാണ് വെച്ചിരിക്കുന്നത്. താഴത്തെ ഈ പീസിന് 4.5 സെൻറ്റിയാണ്. ഇതും അതുപോലെ തന്നെ 4.5 സെൻറ്റിയാണ്. ഇത് മുതൽ ഇതുവരെയുള്ളത് 8 സെൻറ്റിമീറ്ററാണ്. ഇതിൻ്റെ സ്ട്രെയിറ്റ് വരുന്നതെന്ന് പറയുമ്പോൾ 21 സെൻറ്റിമീറ്ററാണ് ഇത് മുതൽ ഇതുവരെയുള്ള നീളം. അത് കഴിഞ്ഞൊരു ത്രികോണം വരച്ചതിന് ശേഷം അതിൻ്റെ സൈഡിലേക്ക് ഒരു 4.5 സെൻറ്റിമീറ്റർ ഇവിടെ നിന്ന് 4.5 വെച്ച് ഇവിടെ നിന്ന് 4.5 വെച്ചിട്ട് ഇത് സ്ട്രെയിറ്റ് വരച്ച് എടുക്കുക. ഇത് മുതൽ ഇതുവരെ 30 സെൻറ്റിമീറ്ററാണ്. അതുപോലെ തന്നെ ഇപ്പുറത്തും എടുത്ത് ഇങ്ങനെ 30 സെൻറ്റിമീറ്ററിന് വരച്ചതിന് ശേഷം ഈ കോണിൽ നിന്ന് ഈ കോണിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇവിടെ നിന്ന് ഇവിടത്തേക്ക് കണക്ട് ചെയ്യുക. ഇത് വരച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഫ്രണ്ട് ഭാഗം ഫോൾഡ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 1 സെൻറ്റിമീറ്ററും അല്ലെങ്കിൽ ഒരു 5-6 mm എടുത്താലും മതി. ഫ്രണ്ടിൽ ബാക്കിലും അതുപോലെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനി കട്ട് ചെയ്ത് കറക്റ്റായിട്ട് എടുക്കണം. കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കട്ടിംഗ് പ്ലെയറാണ്. ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ രൂപത്തിലേക്ക് മാറാൻ പോകുന്ന ഷീറ്റ്. ഇതിനെ നമുക്ക് വളയ്ക്കാം. ഇങ്ങനെ വളച്ചെടുക്കാം. ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ മാതൃക. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ ഉള്ള ഈ ഗ്യാപ്പ് നമ്മൾ MC-യിൽ വെച്ച് അടയ്ക്കണം. ബാക്കിലെ ഈ ഗ്യാപ്പ് MC-യിൽ വെച്ച് അടയ്ക്കണം. അതുപോലെ സൈഡിലെ ഈ ഗ്യാപ്പും MC-യിൽ വെച്ച് അടയ്ക്കണം. ഇതിൽ 2 ഹോൾ ഇടണം. നമ്മുടെ ഈ പൈപ്പ് പിടിപ്പിക്കാൻ വേണ്ടിയാണ്. കണ്ടില്ലേ, ഇത് പൈപ്പാണ്, തിന്നായിട്ടുള്ള പൈപ്പാണ്. കണ്ടോ?
ഇങ്ങനെ പിടിപ്പിക്കുമ്പോഴേക്കും ഇതിൻ്റെ ഈ പാർട്ട് വഴി വെള്ളം അകത്തേക്ക് കയറുകയും ഈ പാർട്ട് വഴി സ്റ്റീം പുറത്തോട്ട് പോവുകയും ചെയ്യും. കണ്ടില്ലേ, അത് നമ്മുടെ മെയിനായിട്ടുള്ള പാർട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ MC വെച്ച് അടച്ചാൽ മതി. ഉണ്ടോ ബാക്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഡബിൾ പാർട്ട്. ഇത് വന്നിട്ട് ഇല്ലറ്റാണ്, വെള്ളം ഇൻസൈഡിലോട്ട് എടുക്കുന്നതും സ്റ്റീം പുറത്തോട്ട് ഇടുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് പൊക്കി വെച്ചിരിക്കുന്നത്. ഇനി ഇതിൽ മൊത്തം MC വെച്ചാൽ മതി, ഫുൾ കവർഡാണ്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ചെറിയ പീസ് വെച്ച് കവർ ചെയ്യും. അതുകൂടെ ആകുമ്പോഴേക്കും ബോട്ട് സെറ്റായി. നമുക്ക് ആ പീസ് കൂടെ വെച്ച് കവർ ചെയ്താലോ? ഇങ്ങനെ പൊളിയല്ലേ? അങ്ങനെ ബോട്ടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ നമ്മുടെ ബോട്ട് സെറ്റാണ്. ഇന്നലെ ഒരു ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു, സക്സസ് ആയിരുന്നു. അതുകൊണ്ടാണ് കാണിക്കാമെന്ന് വെച്ചത്. ഇത് ശബ്ദം വളരെ കുറവാണ്, പക്ഷേ നല്ല സ്മൂത്തായിട്ട് ഡ്രൈവ് ആകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബോട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയാണ്. ഇത് കോട്ടൺ തുണിയാണ്, കണ്ടോ, പഴയ കോട്ടൺ തുണിയാണ്. കോട്ടൺ തുണി കറക്റ്റായിട്ട് ചുരുട്ടിയിട്ട് അതിൽ മണ്ണെണ്ണ ഒഴിച്ചിട്ടാണ് കത്തിക്കുന്നത്. ഇങ്ങനെ തിരിപോലെ ഉണ്ടാക്കിയെടുത്തിട്ട്, കണ്ടോ, തിരിപോലെ ഉണ്ടാക്കിയെടുത്ത് ഇതിൽ വയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ചുമ്മാ തട്ടിക്കൂട്ട് പരിപാടിയാണ്. ഇതിനെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മളിതിലേക്ക് വയ്ക്കും. ഇതിൽ വെച്ചിട്ട്, ഇത് മണ്ണെണ്ണയാണ്. മണ്ണെണ്ണ ഇതിനെ കറക്റ്റ് തുറന്ന് ഇതിൽ ഒഴിച്ചിട്ട് കത്തിക്കും. അപ്പോൾ ഇതിൽ നല്ല തീയാവുമ്പോൾ സെറ്റായിട്ട് ഇത് വർക്കാവും. ഇതിൽ പിന്നെ വർക്കാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഹോളിലൂടെ വെള്ളം നമ്മൾ കുറച്ച് കയറ്റി കൊടുക്കണം. വെള്ളം കറക്റ്റായിട്ട് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ, വെള്ളം ഈ ഹോളിലൂടെ കയറ്റി കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് എന്താ പറയുക, വെള്ളം ഏകദേശം ഈ ഭാഗം വരെ വന്ന് നിൽക്കും. നിറച്ചതിന് ശേഷം ഇതിനെ വെള്ളത്തിലിട്ടിട്ട് കത്തിക്കുമ്പോൾ ഇവിടെ നിൽക്കുന്ന വെള്ളം ചൂടായിട്ട് ഈ ട്യൂബിൻ്റെ ഇങ്ങോട്ട് കയറും. ചൂട് നീരാവിയായിട്ട് ഇവിടെ വരും. ഇത് പിന്നെ നല്ല രീതിയിൽ ഹീറ്റായി നീരാവി, സൂപ്പർ ചാർജ് നീരാവിയായിട്ട് ഇതിലോട്ട് പോകും. അങ്ങനെ വരുമ്പോൾ നല്ല ഫാസ്റ്റായിട്ട് തന്നെ ഇങ്ങനെ പുറത്തോട്ട് വരും. ഇതിലിങ്ങനെ കുമിള അടിക്കുന്ന ശബ്ദം കേൾക്കത്തില്ല, പക്ഷേ നമ്മുടെ ഈ ബോട്ട് ഒരല്പം നല്ല സ്മൂത്തായിട്ട് റണ്ണാവും. അതിനാണ് ഈ 3 ചുഴിപ്പിട്ടിരിക്കുന്നത്. 1, 2, 3 ചുഴിപ്പിട്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. സാധാരണ ചെയ്യുമ്പോൾ നോർമലായിട്ട് ഒറ്റ വളയം മാത്രമേ വളച്ചെടുക്കൂ. ഒറ്റ വളയം വളച്ചിട്ട് കഴിഞ്ഞാൽ കുമിള അടിക്കുന്ന ശബ്ദം ഉണ്ടല്ലോ, ബോട്ടിൻ്റെയൊക്കെ റിയൽ എൻജിൻ്റെ ശബ്ദം പോലെ, അതുപോലൊരു. പിന്നെ ഇതിൻ്റെ ചൂട് പുറത്തോട്ട് അധികം പോകാതിരിക്കാനായിട്ടുള്ളൊരു മൂടിയാണ്. നമ്മളെ ബോട്ടിൻ്റെ ഒരു ഷേപ്പ് കൂടെ കറക്റ്റ്. അങ്ങനെ ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ കറക്റ്റ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനെ നമ്മൾ ഓട്ടിക്കാനായിട്ട് പോകാൻ. ഓട്ടിക്കാനായിട്ട് നമ്മൾ നമ്മുടെ ഒരല്പം വലിപ്പം കൂട്ടിയതുകൊണ്ട് നമ്മൾ ഇട്ടിരിക്കുന്ന പാത്രങ്ങളിലൊന്നും കറക്റ്റായിട്ട് സൈസാവുന്നില്ല, ഫിറ്റാകുന്നില്ല. ഹോൾ വഴി വെള്ളം നിറയ്ക്കാം. വെള്ളം നിറച്ച് കഴിഞ്ഞാലേ അത് കറക്റ്റായി വർക്കാവും. ഹോളിൽ കൂടെ വെള്ളം നിറയ്ക്കാനായിട്ട് എളുപ്പത്തിന് സിറിഞ്ച് വെച്ചിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് കത്തിക്കേണ്ട സാധനം വയ്ക്കാം.
മണ്ണെണ്ണയാണ്, മണ്ണെണ്ണ ഒഴിക്കാം. ഫ്രണ്ടിലത്തെ കവർ വയ്ക്കാം. നമുക്കിത് കത്തിച്ച് നോക്കാം. ബോട്ട് പവർഫുള്ളായിട്ട് പോകുന്നുണ്ട്, കറങ്ങുന്നു. കണ്ടോ, ബോട്ട് വട്ടം ചുറ്റുന്നത് കണ്ടോ, ഡയറക്ഷൻ കറക്റ്റ് അല്ലാതെ പോകുന്നത്. ഈ വട്ടം ചുറ്റുന്നത് മാറ്റാനായിട്ടൊരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാമേ. കണ്ടോ, ഇതിനെ ബാക്കിൽ പിടിപ്പിച്ച് കഴിയുമ്പോഴേക്കും സ്ട്രെയിറ്റ്, മാക്സിമം സ്ട്രെയിറ്റ് പോകും. ഇത് ദിശ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കതിൽ കൊണ്ട് സെറ്റ് ചെയ്യാം. സ്ട്രൈറ്റ് പോകുന്നുണ്ടല്ലോ. നേരത്തെ ചുമ്മാ കിടന്ന് വട്ടം ചുറ്റിക്കൊണ്ടിരുന്നത്. ആ ബാക്കിലുള്ള ആ പീസ് വെച്ചതിന് ശേഷം കണ്ടോ സ്ട്രൈറ്റ് ആയിട്ട് പോകുന്നു. ഇപ്പോൾ പോകുന്നത് ഗ്രൗണ്ട് ചെയ്യും. അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഹൈറ്റ് കൂടുതലാണ്, തറ തട്ടി നിൽക്കുക.